ദേശത്തിന്റെ പല സ്ഥലങ്ങളിലും കടന്നുപോയി ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യം ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഇതൊരു അന്ത്യയുഗമാണ്. ഹല്ലേലൂയ. ഇതൊരു അന്ത്യയുഗമാണ്, അന്ത്യകാലഘട്ടമാണ്, ഇത് കലിയുഗമാണ്. നമ്മൾ ദിനംപ്രതിയുള്ള പത്രവാർത്തകള്, അങ്ങനെ മീഡിയയിലൂടെ ഞെട്ടിക്കുന്ന സംഭവങ്ങള് ദിനംപ്രതി നാം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാല് പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം നേടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും ഹല്ലേലൂയ ഉപയോഗിച്ച് അതിനടിമയായി കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ ശാപം നിറഞ്ഞതാണ്. അവന് ദേശത്തിന് ഹല്ലേലൂയ തലവേദന, കുടുംബങ്ങൾക്ക് തലവേദന, വ്യക്തിബന്ധങ്ങൾക്ക് തലവേദന, ഭാര്യയ്ക്ക് തലവേദന. അങ്ങനെ മദ്യവും മയക്കുമരുന്നും ഒക്കെ അടിച്ച് ഹല്ലേലൂയ ലോകത്തിന്റെ മോഹത്തിന് ഇങ്ങനെ കഴിയുന്ന അനേക ജീവിതങ്ങളെ നമ്മൾക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ ദേശത്തിന്റെ പല ഇടങ്ങളില് ഹല്ലേലൂയ വല്ലാത്ത ആ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങള് അനേകരുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ അടിമകളായി കഴിയുന്നവര്, ഒരു കാലത്ത് നമ്മൾ പിശാചിന് അടിമകളായിരുന്നു, ദുർസ്വഭാവങ്ങൾക്ക് അടിമകളായിരുന്ന ഞങ്ങളെയും ദൈവം വിളിച്ചു വേർതിരിക്കുവാനിടയായി തീർന്നു. കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിൽ നിന്നൊക്കെ ദൈവം ഞങ്ങളെ കരകയറ്റുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ സന്ദേശം ഞങ്ങള് ഈ ബോധവൽക്കരണ സന്ദേശത്തോടുൾപ്പെടെ ഞങ്ങൾ ഈ സുവിശേഷം, ഞങ്ങൾ യേശുക്രിസ്തുവിനെയൊക്കെ ഉയർത്തുവാൻ കാരണമായി തീരുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ഞങ്ങളെ ഉറക്കെ ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രശാന്ത സുന്ദരമായ ഒരു കേരളമാണ് നാം പാർക്കുന്ന കേരളം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മൾ അതിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഹല്ലേലൂയ പ്രകൃതികളെ കൊണ്ട് മനോഹരമായ ദേശം. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും ഹല്ലേലൂയ ആ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ മണിസൗധങ്ങൾ നമ്മൾക്ക് കാണുവാൻ കഴിയും. എവിടെ നോക്കിയാലും ഹല്ലേലൂയ ലക്ഷറി വാഹനങ്ങള്, ഹല്ലേലൂയ ജീവിത സാഹചര്യങ്ങള്, ഹല്ലേലൂയ ഉന്നതിയിലേക്ക് കേരളത്തിന്റെ മണ്ണ് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ അതുകൊണ്ട് അഹങ്കാരവും അഹന്തതയും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, കേരളത്തില് ഇങ്ങനെയാകാൻ കാരണം എന്ത്? സ്തോത്രം. ഹല്ലേലൂയ. 40 വർഷങ്ങൾക്ക് മുൻപേ, ഒരു 35 വർഷങ്ങൾക്ക് മുൻപേ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാല്, പ്രിയപ്പെട്ടവരെ, കഴിക്കാൻ ആഹാരമില്ലാത്ത കാലം, ഉടുക്കാൻ വസ്ത്രമില്ലാത്ത കാലം, ഹല്ലേലൂയ, മറ്റേ സ്തോത്രം, ഹല്ലേലൂയ, നിരവധി പ്രതിസന്ധികളും ഭാരങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഒരു ഭൂതകാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തെ ഒക്കെ ദൈവം മാറ്റി നമ്മുടെ ദേശത്തെ അനുഗ്രഹിച്ചു. നമ്മുടെ ദേശത്തെ വിദ്യാഭ്യാസം കൊണ്ടു അല്ലെ വിദേശത്തൊക്കെ കടന്നുപോയി നമ്മുടെ ആൾക്കാർ ജോലി ചെയ്ത് നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദേശത്തൊക്കെ അനേക വിദേശികളൊക്കെ വരുവാനിടയായി തീർന്നു. നമ്മുടെ നാടിന്റെ നന്മകളും നമ്മുടെ നാടിന്റെ ഹല്ലേലൂയ ഈ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളൊക്കെ കണ്ട് അനേക വിദേശികൾ വന്ന് നമ്മുടെ നാട് സന്ദർശിക്കുവാനിടയായി തീർന്നു. എന്നാൽ വിദേശികള് നമ്മുടെ നാട് സന്ദർശിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം ബോധമായി, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം നാട്, ദൈവത്തിന്റെ സ്വന്തം നാട് എങ്ങനെ ശാപഗ്രസ്തരായി മാറി, എങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാട് ഈ ഒരു നിലയിലേക്ക് മാറി എന്നുള്ള ആ ഒരു ബോധം നമ്മെ ഭരിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ഈ സന്ദേശത്തിൽ കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഹല്ലേലൂയ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമെന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. സ്വാമി വിവേകാനന്ദന് നമ്മുടെ നാടിനെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. കേരളം ഒരു ഭ്രാന്താലയമെന്ന്. അതെന്തുകൊണ്ട് കേരളം ഒരു ഭ്രാന്താലയമായി ബൈബിൾ പ്രഖ്യാപിക്കുന്നു? മാനത്തോടിരിക്കുന്ന മനുഷ്യ, നീ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമാണെന്ന്. ഹല്ലേലൂയ. ബൈബിള് മൃഗത്തിന് തുല്യമായി മനുഷ്യനെ മൃഗത്തോട് ഉപമിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ പിന്നെയും ബൈബിൾ പ്രഖ്യാപിക്കുകയാണ് മൂഢനെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് അറിയാത്ത, ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാകാത്ത മനുഷ്യരെ മൂഢനെന്ന് വിളിക്കുന്നു. സ്തോത്രം.
സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യനെ മൃഗത്തിന് തുല്യമാക്കി, മനുഷ്യനെ മൂഢന്മാരെന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം നാട് ഹല്ലേലൂയ ഇങ്ങനെ ശാപഗ്രസ്തമായി തീരാൻ കാരണമെന്ത്? മനുഷ്യൻ പാപികളാണെന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു മനുഷ്യൻ പാപിയാണ്. ഹല്ലേലൂയ. പാപത്തിൽ കിടക്കുന്ന മനുഷ്യരെ ശാപത്തിന്റെ ഹല്ലേലൂയ വിഴുപ്പുയും ജീവിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു കാൽവറിയിൽ പൂജാതനായി. ഹല്ലേലൂയ. നമ്മുടെ നാട് നശിക്കുന്നത് കണ്ട് ഹല്ലേലൂയ സുവിശേഷത്തിന്റെ സത്യങ്ങള് ഞങ്ങൾക്ക് വിളിച്ചു പറയാതിരിക്കാൻ കഴിയത്തില്ല. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്കും ഭൂതകാലം ഉണ്ടായിരുന്നല്ലോ പ്രിയപ്പെട്ടവര്. മദ്യത്തിനും മയക്കുമരുന്നിനും വെറിക്കൂത്തുകൾക്കും വ്യഭിചാരങ്ങൾക്കും പീഡനങ്ങൾക്കും അടിമയായി കഴിഞ്ഞ ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളെ കരുതുവാൻ, ഞങ്ങളെ ചേർത്തു നിർത്തുവാൻ യേശു ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ ഈ പട്ടണത്തിൽ ഉയർത്തുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപികളെ തേടിയാണ് യേശു വന്നത്, നീതിമാന്മാരെ തേടിയല്ല യേശു വന്നത്. 99 നീതിമാന്മാരെ ദൈവം ഹല്ലേലൂയ മാറ്റിവെച്ചിട്ട് ഒരു പാപിയെ തേടിപ്പോയവനാണ് യേശു ക്രിസ്തു. എല്ലാവർക്കും നീതിമാന്മാരെ മതി, എല്ലാവർക്കും നീതിമാന്മാരെയും വിശുദ്ധന്മാരെയും മതി. എന്നാൽ യേശു തേടുന്നത് പാപിയായ മനുഷ്യനാണ്. പാപിയായ മനുഷ്യനെയാണ് ദൈവം തേടുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങള് ഏതെങ്കിലും ദുർമാർഗത്തിന് അടിമകളാണോ? ഏതെങ്കിലും ദൈവഹിതമില്ലാത്ത പാപപ്രവർത്തികൾക്ക് അടിമകളാണോ? ഈ അടിമത്തത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവിക ശക്തി നിനക്ക് ആവശ്യമാണ്. മനുഷ്യൻ ബലഹീനനാണെന്ന് ബൈബിൾ പറയുന്നു. ബലഹീനനായ മനുഷ്യനെ ബലം കൊടുത്ത് അവനെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് ബലഹീനനാണെന്ന് പറഞ്ഞു നിൽക്കാതെ ബലവാനായ ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമെന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പാപത്തെ ത്യജിച്ച് ദുർമാർഗങ്ങളെ ത്യജിച്ച് ദുഷ്ടതകളെ ത്യജിച്ച് യേശുവിനോട് പറ, ഞാനൊരു പാപിയാണ് എന്ന്. നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ യേശുവിന്റെ രക്തം നിന്റെ മേൽ വീണാല് നിന്റെ പാപത്തെ അവൻ ക്ഷമിക്കും. നിന്റെ ശാപത്തെ അവൻ തുടച്ചു മാറ്റുവാനിടയായിത്തീരും. ലോകത്തിൽ ആർക്കും കഴിയത്തില്ല നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ, നിന്റെ ശാപത്തെ മാറ്റുവാൻ. ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. രക്ഷിക്കപ്പെടുവാൻ രക്ഷകൻ ഒരുവനേ ഉള്ളൂ. രക്ഷകനായ ദൈവം മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഹല്ലേലൂയ. ആ നാമത്തെയാണ് ഞങ്ങൾ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഈ ദേശത്തോട് കൈമാറുന്ന സന്ദേശം. ആ യേശുവിനെ സ്വീകരിക്കുക, ആ യേശുവിനെ അറിയുക, ആ യേശുവിനെ പിൻപറ്റുക. നിന്റെ ജീവിതം ധന്യമായി തീരും. പ്രിയപ്പെട്ടവരെ, പല ഗ്രന്ഥങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ബൈബിളിലെ ഹല്ലേലൂയ ഗ്രന്ഥം, ബൈബിൾ എന്ന ഗ്രന്ഥം ഹല്ലേലൂയ അതിനെ പേര് വിളിക്കുന്നത് സത്യവേദ പുസ്തകമെന്നാണ്. അതിനകത്തടങ്ങിയിരിക്കുന്നതെല്ലാം സത്യമാണ്. ഹല്ലേലൂയ. അതിനകത്തടങ്ങിയിരിക്കുന്നത് സത്യമായതുകൊണ്ടാണ് അതിനെ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതപ്പെട്ടത് വെറുതെ പൈങ്കിളി കഥയല്ല, അമ്മൂമ്മ കഥയല്ല, ആരോ മരിച്ചുപോയ ചരിത്രകാരന്മാരുടെ കഥയല്ല. ഹല്ലേലൂയ. ഉലകത്തില് ഹല്ലേലൂയ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച ദൈവം ഹല്ലേലൂയ അരുളി ചെയ്ത അരുളപ്പാടുകളാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ആ വചനം ഹല്ലേലൂയ ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എന്നാൽ എന്റെ വചനങ്ങൾക്കോ ഒരു മാറ്റവുമില്ലെന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക, ദൈവത്തിലേക്ക് മടങ്ങി വരിക. ഒരുപക്ഷെ ഈ സന്ദേശം നാളെ നിങ്ങൾക്ക് കേൾക്കണമെന്നില്ല. കാലം അതിന് അന്ത്യത്തോളം അടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വളരെ പ്രതീക്ഷയോടെ കിടന്നുറങ്ങിയവര് പലരും രാവിലെ എഴുന്നേറ്റില്ല. പുറത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ
നിന്റെ ജീവിതം മരണത്തിന് തുല്യമായി മാറി. നീ ഒരു ശവമായി മാറി. സ്തോത്രം. അല്ലേ, മനുഷ്യന്റെ സൃഷ്ടി അല്ലേ ദൈവമാണ് നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി മാറി എന്ന് ബൈബിൾ വിളിച്ചു പറയുന്നു. ഒരു കൂട്ടം ആൾക്കാര് ശാസ്ത്രത്തെ വിശ്വസിക്കുന്നവരാണ്. ശാസ്ത്രത്തെ ഉണ്ടാക്കിയവൻ, ശാസ്ത്രം കണ്ടുപിടിച്ചവന് അല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചവൻ മനുഷ്യനാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്. അങ്ങനെയെങ്കിൽ അല്ലേ അതിന്റെ മുകളിൽ ഒരു സൃഷ്ടിയുണ്ട്. അത് യഹോവയായ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഭൂമിയിലെങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യവർഗത്തെയൊക്കെ ഉളവാക്കി. അല്ലെ, അവന്റെ കാലങ്ങൾക്കും അവന്റെ സമയങ്ങൾക്കും ദൈവം തമ്പുരാൻ അതിരിട്ടെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവര് ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ അവസാനങ്ങൾക്കും ആരംഭങ്ങൾക്കും അല്ലെ അതിരിട്ട ഒരു ദൈവമുണ്ട്. ആ അതിരിട്ട ദൈവത്തിലേക്ക് മടങ്ങി വരിക. സൃഷ്ടാവായ ദൈവം നിന്നെ മാടി വിളിക്കുകയാണ്. അല്ലേ, മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു ജീവിതമുണ്ട്. മനുഷ്യൻ ഹല്ലേലൂയ യോബ് എന്ന് പറഞ്ഞ ഭക്തൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. മനുഷ്യൻ അവന്റെ ആത്മാവിനെ വിട്ടാൽ പിന്നെ അവനെ വിട്. മനുഷ്യൻ അവന്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെ വിട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് നിങ്ങൾ തന്നെ ചോദിക്കുക, നീ ഒരിക്കൽ മരണപ്പെടും. മനുഷ്യന്റെ ജീവിതം ക്ഷണഭംഗുരമാണ്. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ലോകത്തിൽ മനുഷ്യനായി പിറന്ന സകല മനുഷ്യരും മരിക്കും. ഹല്ലേലൂയ. മരണം ദൈവം വിധിച്ചിരിക്കുന്ന, മനുഷ്യന് വിധിച്ചിരിക്കുന്ന ഒരു വിധിയാണ്. ആ വിധിയെ നാം തരണം ചെയ്തേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലൊരു പ്രാണനുണ്ട്, നിന്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആ പ്രാണൻ നഷ്ടപ്പെട്ടു പോകരുത്. ആ പ്രാണന് നിത്യസ്വർഗത്തിലേക്ക് പോകുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുകയാണ്. നിലത്തെ മണ്ണുകൊണ്ട് ഹല്ലേലൂയ മനുഷ്യരൂപമുണ്ടാക്കി മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി മാറി. അവന്റെ മൂക്കിലെ ജീവശ്വാസമാണ് നിന്റെ ജീവിതത്തിന്റെ നിന്റെ ജീവിതത്തിലെ ജീവനോടെ നീ ആയിരിക്കുന്നത് ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ആത്മാവ് നിന്റെ മരണത്തിന് ശേഷം നിന്റെ ആത്മാവ് എവിടെ പോകുന്നു എന്നുള്ള ചിന്ത നിന്നെ ഭരിക്കട്ടെ, ഈ ദേശനിവാസികളെ ഭരിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ മനുഷ്യൻ എന്ത് നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തുപോലും ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഈ മെസ്സേജിന് ഇവിടെ കുത്തിടുവാൻ സമയമായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിലേക്ക് മടങ്ങി വരിക. സുവിശേഷത്തിന്റെ വാതിൽ അടയാൻ പോകുന്നു. യേശുവാകുന്ന പെട്ടകത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. അല്ലേ, കൃപയുടെ വാതിൽ അടയാൻ പോകുന്നു. ഹല്ലേലൂയ. ഇത് കൃപായുഗമാണ്. ഈ കൃപായുഗത്തിൽ നിനക്ക് രക്ഷപ്പെടുവാൻ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, യേശുക്രിസ്തുവിന്റെ പെട്ടകം മാത്രമേ ഉള്ളൂ. ആ പെട്ടകത്തിലേക്ക് കയറി വരുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തില് ദേശനിവാസികളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങളുടെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന ആവശ്യമുള്ളവർ കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ആവശ്യമുള്ളവർ കടന്നു വരിക. ഞങ്ങൾ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സുവിശേഷത്തിന്റെ സത്യം ദേശങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങട്ടെ. ഇരുട്ടിൽ കിടക്കുന്ന മനുഷ്യൻ വലിയൊരു വെളിച്ചം കണ്ടെന്ന് പറഞ്ഞതുപോലെ, അല്ലേ, ഇരുട്ടിൽ കിടക്കുന്ന ജനം